we will discuss Krebs cycle in detail. Krebs cycle അഥവാ citric acid cycleന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. Krebs cycle നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ വെച്ചാണെന്ന് പറഞ്ഞു. In Krebs cycle, the first step is acetyl coenzyme A, 2-carbon compound, combines with oxaloacetic acid, 4-carbon compound, to form citric acid, which is a 6-carbon compound. This is the first stable 6-carbon compound formed in citric acid cycle or Krebs cycle. Citric acid then become another compound called isocitrate, which is an isomer of citric acid. That is not written in this cycle. Citric acid അടുത്ത സ്റ്റെപ്പിൽ ഐസോസിട്രേറ്റ് എന്ന ഐസോമർ ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പ് ഒന്നും നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ സ്കെച്ച് പ്രകാരം പഠിക്കുന്നില്ല. സിട്രിക് ആസിഡ് ആണ് ആദ്യമായിട്ട് ഫോം ചെയ്ത 6-carbon കോമ്പൗണ്ട്. അടുത്തതായിട്ട് എന്താണ് സിട്രിക് ആസിഡിന് സംഭവിക്കുന്നത് നോക്കാം. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഇത് ക്രെബ്സ് സൈക്കിളിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. Citric acid, which is a 6-carbon compound, release carbon dioxide. ഓർമ്മിക്കുക, ഇവിടെ രണ്ട് സിട്രിക് ആസിഡ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുന്നത്. കാരണം ഇവിടെ രണ്ട് അസറ്റൈൽ കോഎൻസൈം A എന്റർ ചെയ്തിട്ടുണ്ട്, രണ്ട് ഓക്സാലോഅസറ്റിക് ആസിഡ് ആണ് അതിനെ റിസീവ് ചെയ്തത്, രണ്ട് സിട്രിക് ആസിഡ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ സിട്രിക് ആസിഡ് കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഡീകാർബോക്സിലേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ നമുക്കിവിടെ സിട്രിക് ആസിഡ് സൈക്കിളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻ ആണ് ഡീകാർബോക്സിലേഷൻ. അപ്പൊ എത്ര തവണ ഇവിടെ ഡീകാർബോക്സിലേഷൻ നടന്നിട്ടുണ്ട് എന്ന നമ്പർ നമുക്ക് അവിടെ ലാസ്റ്റ് എഴുതാം. അപ്പൊ സിട്രിക് ആസിഡ് റിലീസസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ബിക്കം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, വിച്ച് ഇസ് എ 5-carbon കോമ്പൗണ്ട്. എങ്ങനെയാണ് ഇത് 5-carbon കോമ്പൗണ്ട് ആയി മാറിയത്? 6 കാർബൺ ഉള്ള സിട്രിക് ആസിഡ് കാർബൺ ഡയോക്സൈഡിനെ അല്ലെങ്കിൽ കാർബണിനെ റിമൂവ് ചെയ്തു, കാർബണിനെ ഒഴിവാക്കി. അതാണ് ഡീകാർബോക്സിലേഷൻ. അപ്പോ അത് ഒരു 5-carbon കോമ്പൗണ്ട് ആയിട്ട് മാറി. അതിന്റെ പേരാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന 5-carbon കോമ്പൗണ്ട് ഉണ്ടാവുന്ന അതേ ഒരു റിയാക്ഷനിൽ തന്നെ യു ക്യാൻ സീ ദാറ്റ് NAD പ്ലസ് ബിക്കം NADH+H+, അല്ലെങ്കിൽ NAD+നെ റെഡ്യൂസ് ചെയ്തിട്ട് NADH+H+ എന്ന എനർജി റിച്ച് കോമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റി. സിട്രിക് ആസിഡിന്റെ കയ്യിലുള്ള ഹൈഡ്രജൻ തന്നെയാണ് NAD+ന് കൊടുക്കുകയും അത് വാങ്ങിയ NAD+ NADH+H+ ആയിട്ട് റെഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പില് ഡീഹൈഡ്രോജിനേഷനും നടന്നിട്ടുണ്ട്. ഡീഹൈഡ്രോജിനേഷൻ അതും ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അപ്പൊ അതും നമുക്ക് ഇവിടെ എഴുതാം, ഡീഹൈഡ്രോജിനേഷൻ. ഡീഹൈഡ്രോജിനേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഇവിടെ സിട്രിക് ആസിഡ് എന്ന കോമ്പൗണ്ടിന്റെ കയ്യിലെ ഹൈഡ്രജനെ നീക്കം ചെയ്യുകയും NAD+ന് കൊടുക്കുകയും അത് NADH+H+ ആയിട്ട് മാറുകയും ചെയ്തു. അപ്പൊ അതിന്റെ എത്ര തവണ എന്ന നമ്പർ നമുക്ക് ഇവിടെ ഫൈനലി എഴുതാം. അപ്പൊ ഡീകാർബോക്സിലേഷൻ ഒരു തവണ ഇവിടെ നടന്നു. അപ്പൊ നമുക്കിവിടെ 1+ ഈ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡീഹൈഡ്രോജിനേഷനും ഒരു തവണ നടന്നു, ഇത്. അപ്പൊ അതും നമ്മൾ ഇവിടെ 1 എഴുതിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നോക്കുക, അതായത് തേർഡ് സ്റ്റെപ്പ് ഓഫ് ക്രെബ്സ് സൈക്കിൾ. The 5-carbon compound alpha ketoglutaric acid now undergoes one more decarboxylation. ഒരു തവണ കൂടെ അതിന് ഡീകാർബോക്സിലേഷൻ സംഭവിക്കുന്നു, അഥവാ കാർബൺ ഡയോക്സൈഡിനെ കാർബണിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ടൈമും കൂടിയായി. അപ്പൊ 5-carbon കോമ്പൗണ്ട് കാർബണിനെ റിമൂവ് ചെയ്താൽ, കാർബൺ ഡയോക്സൈഡിന്റെ ഫോമിൽ റിമൂവ് ചെയ്താൽ അത് ഒരു 4-carbon കോമ്പൗണ്ട് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, മാറുന്നു. So it become another 4-carbon compound called succinic acid. 5 കാർബൺ, ഇത് 4 കാർബൺ. ഇവിടെ ഒരു കാർബൺ റിമൂവ് ചെയ്തു, അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പില്, മൂന്നാമത്തെ സ്റ്റെപ്പില് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആവുന്ന സമയത്ത്
ഇവിടെ വൺ മോർ ഡീഹൈഡ്രോജനേഷൻ ഒക്കേഴ്സ്. ഒരു തവണ കൂടെ അവിടെ ഡീഹൈഡ്രോജനേഷൻ നടന്നു. അതായത് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡിന്റെ കയ്യിലുള്ള ഹൈഡ്രജനെ NAD+ എന്ന കോഎൻസൈമിന് കൊടുക്കുകയും അത് NADH+H+ ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഒരു തവണ കൂടെ അവിടെ ഡീഹൈഡ്രോജനേഷൻ നടന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അതും ഇവിടെ അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പില് മറ്റൊരു കോഎൻസൈം കൂടി ഫോം ചെയ്തു. അതായത് GDP. ADP പോലെ തന്നെയുള്ള ഒരു കോമ്പൗണ്ടാണ് GDP. ഗ്വാനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്നാണ് മുഴുവൻ പേര്. ADPയുടെ പോലെ തന്നെയുള്ള ഒരു കോമ്പൗണ്ടാണ് GDP. GDPക്ക് ഫോസ്ഫേറ്റ് ലഭിക്കുകയും, ഇവിടെ നിന്നാണ് ഫോസ്ഫേറ്റ് ലഭിക്കുന്നത്. ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ഒരു ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യുന്നു GDPക്ക്. അപ്പൊ GDP GTP ആയിട്ട് മാറുന്നു, ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ആക്ച്വലി 1 GTP is equal to 1 ATP. ഒരു GTP ഒരു ATPക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പില് ഒരു ഫോസ്ഫോറിലേഷൻ റിയാക്ഷനും കൂടി നടന്നിരിക്കുകയാണ്. ഫോസ്ഫോറിലേഷൻ ഓൾസോ ടേക്സ് പ്ലേസ്. അപ്പൊ ഈ ഒരു ക്രെബ്സ് സൈക്കിളില് ഡീകാർബോക്സിലേഷൻ ഉണ്ട്, ഡീഹൈഡ്രോജനേഷൻ ഉണ്ട്, ഫോസ്ഫോറിലേഷൻ ഉണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഫോസ്ഫോറിലേഷൻ ഇവിടെ എത്ര തവണ? ഒരു തവണയാണ് ഇവിടെ ഫോസ്ഫോറിലേഷൻ നമ്മൾ അക്കൗണ്ടിൽ എഴുതി വെച്ചത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്. 1, 2, 3. ദിസ് ഇസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പില് സക്സിനിക് ആസിഡ് വിച്ച് ഇസ് എ 4-carbon compound is converted into another 4-carbon compound called malic acid. ഇവിടെ ഡീകാർബോക്സിലേഷൻ ഒന്നും നടന്നിട്ടില്ല, കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് എന്ന മറ്റൊരു 4-carbon കോമ്പൗണ്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പില് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു കോഎൻസൈം NAD+ പോലെ തന്നെയുള്ള സെല്ലിലെ സൈറ്റോപ്ലാസത്തിൽ കണ്ടുവരുന്ന ഒരു കോഎൻസൈമാണ് FAD, ഫ്ലാവിൻ അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് എന്ന് മുഴുവൻ പേര്. FAD+ സക്സിനിക് ആസിഡിന്റെ കയ്യിലുള്ള ഹൈഡ്രജനെ റിസീവ് ചെയ്യുകയും അത് FADH2 ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ സക്സിനിക് ആസിഡിൽ നിന്ന് റിമൂവ് ചെയ്ത ഹൈഡ്രജനെ FAD+ ആണ് വാങ്ങിയത്, അത് FADH2 ആയിട്ട് മാറി. അപ്പൊ ഇതൊരു ഡീഹൈഡ്രോജനേഷൻ സ്റ്റെപ്പാണ്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ഇവിടെ 2 ഡീഹൈഡ്രോജനേഷൻ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നും കൂടെയായി. അപ്പൊ +1, മൂന്നാമത്തെ ഡീഹൈഡ്രോജനേഷൻ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ്, മാലിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു ഓക്സാലോഅസെറ്റിക് ആസിഡ് വിച്ച് ഇസ് ദ 4-carbon compound. ഇവിടെ അസറ്റൈൽ കോഎൻസൈം എനെ പ്രൈമറി ആക്സെപ്റ്റ് ചെയ്ത സബ്സ്റ്റൻസ് തന്നെയാണ് OAA അല്ലെങ്കിൽ ഓക്സാലോഅസെറ്റിക് ആസിഡ് എന്ന 4-carbon compound. ഈ ഒരു സ്റ്റെപ്പില് മാലിക് ആസിഡ് റിമൂവ് ചെയ്യുന്ന ഹൈഡ്രജനെ റിസീവ് ചെയ്ത് റെഡ്യൂസ് ആവുന്നത് NAD+ ആണ്. സോ ഇറ്റ് ബിക്കം NADH+H+. അപ്പൊ ഇതും ഒരു ഡീഹൈഡ്രോജനേഷൻ സ്റ്റെപ്പാണ്, നാലാമത്തെ ഡീഹൈഡ്രോജനേഷൻ. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കാണാം ഓക്സാലോഅസെറ്റിക് ആസിഡ് അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ക്രെബ്സ് സൈക്കിളിന്റെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ സീരീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് തുടർച്ചയായി നടക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് മൈറ്റോകോൺട്രിയയില്. അപ്പൊ ഇവിടെ ഈ ഓക്സാലോഅസെറ്റിക് ആസിഡ് എടുക്കുന്നതിന് കണക്കായിട്ട് തന്നെ ഇവിടെ അതിനെ റീജനറേറ്റ് ചെയ്യപ്പെടുന്നു. അടുത്തതായിട്ട് നമ്മള് ക്രെബ്സ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിളിൽ എത്ര തവണ ഡീകാർബോക്സിലേഷൻ നടന്നു എന്നത് ഫൈനലൈസ് ചെയ്യാം. 2 times. 2 ഡീകാർബോക്സിലേഷൻ എവിടേക്കാണ് 2 ഡീകാർബോക്സിലേഷൻ നടന്നത്? ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. 4 ഡീഹൈഡ്രോജനേഷൻ. എവിടേക്കാണ് ഡീഹൈഡ്രോജനേഷൻ നടന്നത്? 1, 2, 3, 4. 4 തവണ ഡീഹൈഡ്രോജനേഷൻ നടന്നപ്പോൾ 3 പ്രാവശ്യം NADH+H+ ആണ് ഉണ്ടായത്, 1 പ്രാവശ്യം FADH2 ആണ് ഫോം ചെയ്തത്. പിന്നീട് ഫോസ്ഫോറിലേഷൻ എന്നൊരു പ്രോസസ്സും കൂടെ ഇവിടെ നടന്നു, അതായത് ATPയുടെ ഫോർമേഷൻ. എത്ര തവണയാണ് ഫോസ്ഫോറിലേഷൻ നടന്നത്? ഒരേ ഒരു തവണ. അപ്പോ ക്രെബ്സ് സൈക്കിൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നത് ക്രെബ്സ് സൈക്കിളിൽ 2 പ്രാവശ്യം ഡീകാർബോക്സിലേഷൻ ഉണ്ട്. അതായത് 6 സിട്രിക് ആസിഡ് സൈക്കിളിലെ 2 കാർബൺ നീക്കം ചെയ്തപ്പോഴാണ് സക്സിനിക് ആസിഡ് എന്ന 4 കാർബൺ അവിടെ ഫോം ചെയ്തത്.
4 തവണ ഡീഹൈഡ്രോജനേഷൻ ഉണ്ട്. അതായത് റെഡ്യൂസിംഗ് സ്റ്റെപ്സ്, ഹൈഡ്രജനെ വാങ്ങി കോ എൻസൈമുകളായ NAD+ഉം FAD+ഉം റെഡ്യൂസ് ആവുന്ന 4 സ്റ്റെപ്പുകൾ ഉണ്ട്. കൂടാതെ ഒരു ഫോസ്ഫോറിലേഷൻ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഒരു GDP GTP ആയിട്ട് മാറുന്നു. ആക്ച്വലി 1 GTP = 1 ATP. അപ്പൊ ഇത്രയുമാണ് ക്രെബ്സ് സൈക്കിളിന്റെ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്.